നമസ്കാരം. ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് കളമൊരുങ്ങുകയാണ്. 21 മാസമായി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് താൽക്കാലിക അറുതിയാകും. അപ്പോഴും പൂർണ്ണ യുദ്ധവിരാമത്തിൽ ഒരു തീരുമാനവും ആയിട്ടില്ല. വെടിനിർത്തൽ ചർച്ച നടക്കുമ്പോഴും ഗസയിൽ കൂട്ടക്കൊല തുടരുകയായിരുന്നു ഇസ്രായേൽ. സിറിയക്കുമേലുള്ള ഉപരോധങ്ങൾ അമേരിക്ക നീക്കി. സിറിയ ഇസ്രായേൽ നോർമലൈസേഷനും ചർച്ചയാണ്. ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സായിരിക്കുന്നു. ട്രംപും മസ്കും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിതസിലേക്ക് സ്വാഗതം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്താണ് ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നത്. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷം ഇസ്രായേലിന്റെയും വാഷിംഗ്ടന്റെയും ശ്രദ്ധ വീണ്ടും ഗസയിലേക്ക് തിരിഞ്ഞു. ഇസ്രായേലിന്റെ ഏറ്റവും ദൈർഘ്യമേറിയതും മാരകവുമായ യുദ്ധങ്ങളിലൊന്ന് ഒരു വഴിത്തിരിവിലെത്താൻ പോവുകയാണോ? ബന്ദികളെ വിട്ടുകിട്ടിയാൽ വീണ്ടും വംശഹത്യയിലേക്ക് തന്നെ ഇസ്രായേൽ നീങ്ങുമോ? 60 ദിവസം ഇസ്രായേൽ സൈനികർക്ക് വിശ്രമിക്കാനും ആയുധം മൂർച്ച കൂട്ടാനുമുള്ള സമയമാകുമോ? ടോട്ടൽ വിക്ടറി നേടാതെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കില്ല എന്നാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസിനെ തകർക്കുക, ഇനിയൊരു ഭീഷണിയില്ലാത്ത വിധം ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നിവയാണ് ടോട്ടൽ വിക്ടറി കൊണ്ട് നെതന്യാഹു ലക്ഷ്യമാക്കുന്നത്. കഴിഞ്ഞ 21 മാസം കൊണ്ട് സാധ്യമാകാത്തത് ഇനിയുള്ള സമയത്ത് നേടാമെന്ന് നെതന്യാഹു കരുതുന്നുണ്ടോ? അഴിമതി കേസിലെ വിചാരണയും ട്രംപിന്റെ സമ്മർദ്ദവുമൊക്കെ മറികടന്ന് യുദ്ധം തുടരാൻ തന്നെയാകും നെതന്യാഹുവിന്റെ നീക്കം. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി ആകെ 58 ബന്ദികളാണ് ഹമാസിന്റെ കൈവശമുള്ളത്. ഇതിൽ ജീവിച്ചിരിക്കുന്ന 10 പേരെയാണ് 60 ദിവസത്തിനിടെ ഹമാസ് കൈമാറുക. പലപ്പോഴായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 18 ബന്ദികളുടെ മൃതദേഹവും ഹമാസ് വിട്ടുകൊടുക്കും. വെടിനിർത്തുന്നതോടെ ഗസയിലേക്ക് ഭക്ഷണവും മരുന്നും അടക്കമുള്ള സഹായം എത്തണം. ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രസന്റും വഴിയാണ് സഹായ വിതരണം നടക്കേണ്ടത് എന്നാണ് ഹമാസിന്റെ നിലപാട്. വെടിനിർത്തലിന് തൊട്ടുമുമ്പും ഗസയിലെ ആയിരങ്ങളെ കൊന്നൊടുക്കി ഇസ്രായേൽ. പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണ സാമഗ്രികൾ തെരഞ്ഞു പിടിച്ച് തടഞ്ഞു. ആശുപത്രികളിലെ ജനറേറ്ററുകൾ മുഴുവൻ നശിപ്പിച്ച് നിരവധി ജീവനുകൾ ഇല്ലാതാക്കി. ഒരു മാസത്തിനിടെ ഭക്ഷണത്തിന് വരിനിന്ന 700-ലധികം പേരെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നു. സിറിയക്കുമേലുള്ള ഉപരോധങ്ങൾ അമേരിക്ക നീക്കിയിരിക്കുകയാണ്. സാമ്പത്തിക വ്യാപാര ഉപരോധങ്ങൾ പിൻവലിക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു. ട്രംപും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഷറവും തമ്മിൽ സൗദിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഉപരോധം നീക്കുന്നത്. $10 മില്യൺ അമേരിക്ക തലക്ക് വിലയിട്ട വ്യക്തിയായിരുന്നു അഹമ്മദ് ഷറ. 2 പതിറ്റാണ്ടായി തകർന്നു കിടക്കുന്ന സിറിയയുടെ പുനർനിർമ്മാണത്തിനും വികസനത്തിനും ഈ നീക്കം വാതിൽ തുറക്കും എന്നാണ് സിറിയൻ ജനതയുടെ പ്രതീക്ഷ. പക്ഷേ ഇതിനിടെ സിറിയ ഇസ്രായേൽ ബന്ധം നോർമലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. വലിയ വിവാദങ്ങൾക്കും ദിവസങ്ങൾ നീണ്ട നാടകീയതകൾക്കും ഒടുവിൽ ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് പ്രസിഡന്റ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചത്. ഉറ്റ ചങ്ങാതിമാരായിരുന്ന ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള പരസ്യമായ ഭീഷണികൾക്കും വാക്പോരിനും ബിൽ കാരണമായി. നിയമം സാധാരണ അമേരിക്കക്കാരെയും ചെറുകിട ബിസിനസ്സുകളെയും ദോഷകരമായി ബാധിക്കുമെന്നും വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും വിമർശനം ഉയരുന്നു. ബിൽ നിയമമായാൽ അമേരിക്ക പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കും എന്നായിരുന്നു മസ്കിന്റെ ഭീഷണി. മസ്കിന്റെ വിമർശനങ്ങൾ ട്രംപിനെ പ്രകോപിപ്പിച്ചു. ഇലക്ട്രിക് വാഹന സബ്സിഡി വാരിക്കൂട്ടിയാണ് മസ്ക് അതിസമ്പന്നനായത് എന്ന് ട്രംപ് തിരിച്ചടിച്ചു. മസ്കിനെ സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാടുകടത്തുമെന്നും മസ്കിന്റെ കമ്പനികൾക്ക് ലഭിക്കുന്ന ഫെഡറൽ ഫണ്ടുകൾ റദ്ദാക്കുമെന്നും ട്രംപ് പരസ്യമായി ഭീഷണിപ്പെടുത്തി. 2002 മുതൽ US പൗരത്വമുള്ള മസ്കിനെ എങ്ങനെ നാടുകടത്തും എന്ന ചോദ്യത്തിന് അതൊക്കെ നോക്കാം എന്നാണ് ട്രംപിന്റെ മറുപടി. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ലോകത്തിന് അത് കൗതുകമുള്ള കാഴ്ചയാണ്. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കുന്നതിൽ നിർണായക റോളിലുള്ള മസ്ക് പുതിയൊരു പാർട്ടി രൂപീകരിച്ചാൽ അത് വിജയിക്കുമോ? ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത റിപ്പബ്ലിക്കൻ അംഗങ്ങളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം തൊടിയിക്കില്ല എന്നാണ് മസ്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വേൾഡ് വിതസ് പൂർണ്ണരൂപം കാണാം ഞായറാഴ്ച രാത്രി 9:30-നും ചൊവ്വാഴ്ച വൈകിട്ട് 3:30-നും മീഡിയ 1 TV-യിൽ.